നിന്നോടൻ പ്രണയം ഭാഗം 5. താങ്ക്സ് അരുൺ. എനിക്ക് ഇത്രയും നല്ലൊരു അമ്മയും അനിയത്തിയും തന്നതിന് ഞാനിപ്പോൾ എത്ര ഹാപ്പിയാണെന്നോ. അതൊന്നും നിനക്ക് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പക്ഷെ ഒത്തിരി ഒത്തിരി ഹാപ്പിയാ ഞാൻ. സ്നേഹിക്കുന്നുണ്ട് അവരൊക്കെ എന്നെ. എന്നെ ഇതിനു മുന്നേ ആരും ആരും ഇത്രയ്ക്ക് സ്നേഹിച്ചിട്ടില്ല. ചന്ദന കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നത് കണ്ടതും അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് മുഖം തിരിച്ചു. കിടന്നുറങ്ങാൻ നോക്ക്, എനിക്ക് ഉറക്കം വരുന്നു, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ഉം. അവള് മൂളിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവൻ ബെഡിൽ മലർന്നു കിടന്നു. അവള് റൂം മൊത്തത്തിൽ എന്തോ തിരയുന്നത് അവൻ കണ്ടു. അവന്റെ മുഖം ചുളിഞ്ഞു. നീ എന്തീ തിരയുന്നേ? അവൻ ചോദിച്ചു. പായ. അവള് മറുപടി പറഞ്ഞു. പായേ എന്തിന്? അവന് സംശയം. താഴെ വിരിച്ച് എനിക്ക് കിടക്കാൻ, അവള് പറഞ്ഞു. നിനക്ക് കിടക്കാനോ? നീ നിന്റെ വീട്ടിലെ പായിലാണോ കിടക്കുന്നേ? ഏയ് അല്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെ വേണ്ടേ? എന്തിന്? അവന് പിന്നെയും സംശയം. അത് സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭർത്താവിന് ഭാര്യയോട് ദേഷ്യമോ പിണക്കൊക്കെ ആണെങ്കിൽ ഭാര്യമാർ താഴെ ഇറങ്ങി കിടക്കും. അപ്പൊ നിനക്ക് ഇപ്പൊ എന്നോട് ദേഷ്യമല്ലേ? അതാ ഞാൻ പാതറിയുന്നേ. ഇവിടെ ഇല്ലേ? അവള് ചുണ്ടു ചുളുക്കിക്കൊണ്ട് ചോദിച്ചു. അവന്റെ മുഖം വെലിഞ്ഞു മുറുകി. കേറി കിടക്കടി പുല്ലേ കട്ടില്, അവളുടെ ഒരു പാ, അവൻ അലറിക്കൊണ്ട് അവളോട് പറഞ്ഞു. അവൾ ഓടി വന്ന് ബെഡിൽ കയറി കിടന്നു. അത് കണ്ടതും അവന് ചിരി പൊട്ടി. ഉം. എങ്കിലും അവൻ ഗൗരവത്തോടെ മൂളി. അതേ. അല്പനേരം കഴിഞ്ഞതും അവൾ അവനെ വിളിച്ചു. എന്താ? അവന്റെ ശബ്ദത്തിൽ ഗൗരവം. അത് പിന്നെ അരുൺ, എനിക്കുണ്ടല്ലോ രാത്രി പില്ലോ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയാലോ ഉറക്കം വരൂ. ഇത് കുഞ്ഞു കട്ടിലല്ലേ, ഇവിടെ ഒരു പില്ലോ കൂടി വെക്കാനുള്ള സ്ഥലമില്ലല്ലോ. ഞാൻ പിന്നെ എങ്ങനെ ഉറങ്ങുന്നേ? അവള് ചുണ്ടു പിളർത്തി. ഓ പിന്നെ അവളുടെ ഒരു പില്ലോ. മിണ്ടാതെ അടങ്ങി കിടന്നോ പെണ്ണെ അവിടെ. എന്റെ വീടും സൗകര്യമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ വിവാഹം വേണമെന്ന് പറഞ്ഞ് മോങ്ങിയേ. അപ്പൊ ഇത്രയൊക്കെ പറ്റൂ, അവൻ പറഞ്ഞു. ഉം. അവള് മൂളി. അവൻ കയ്യെത്തിച്ച് ലൈറ്റ് ഓഫാക്കി ബെഡ് ലാമ്പ് ഇട്ടു. അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു. ചെറിയ കട്ടിലായതുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് കിടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണതില്. അവൾ അവനോടല്പം ചേർന്ന് കിടന്നു. പാ വാങ്ങിക്കണോ നാളെ ഞാൻ? അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. ഞാനിവിടെ കിടന്നോളാം. വീഴും, കുഞ്ഞു കട്ടിലാ. ഞാൻ നിന്നോട് ചേർന്ന് കിടന്നോട്ടെ? അവള് കണ്ണുവിടർത്തിക്കൊണ്ട് ചോദിച്ചു. അവൻ അവളെ തറപ്പിച്ചൊന്ന് നോക്കി. വേണ്ട, അവള് മുഖം വീർപ്പിച്ചോണ്ട് പറഞ്ഞു. അവൻ കണ്ണുകൾ അടച്ചു. അല്പനേരം കഴിഞ്ഞതും അരുൺ ഉറക്കം പിടിച്ചിരുന്നു. അവൾ അവന്റെ മുഖത്തേക്ക് അല്പം ഉയർന്ന് അവന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവളുടെ കണ്ണുനീർ അവന്റെ മുഖത്ത് ഇറ്റ് വീണു. ഐ ലവ് യു അരുൺ, അവള് പതിയെ പറഞ്ഞുകൊണ്ട് അവനീ നകന്ന് കണ്ണുകൾ പതിയെ അടച്ചു. പില്ലോ ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അവള് പുലർച്ചെ എപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്. എന്തോ വീഴുന്ന ശബ്ദം കേട്ട് അരുൺ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവന്റെ കണ്ണുകൾ ആദ്യം പോയത് ചന്ദന കിടക്കുന്ന ഭാഗത്തേക്കാണ്. അവിടെ അവളെ കാണാഞ്ഞതും അവൻ വെപ്രാളത്തോടെ ലൈറ്റിട്ട് അവൾ കിടന്ന വശത്തൂടെ ബാത്റൂം ഭാഗത്തേക്ക് നോക്കി. കാലന്തിൽ അമർന്നതറിഞ്ഞതും അവൻ ഞെട്ടലോടെ താഴേക്ക് നോക്കി. അവന് ചിരിയും സങ്കടവും ഒരുപോലെ തോന്നി ആ കാഴ്ച കണ്ട്. നിലത്ത് ചുരുണ്ടുകൂടി ഉറങ്ങുകയാണ് ചന്ദന. അവൾ ഉറക്കത്തിൽ നിലത്തേക്ക് വീണതുപോലെ അറിഞ്ഞിട്ടില്ലാന്ന് അരുണിന് മനസ്സിലായി. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ തന്നെ നോക്കി. അവൾ ഒന്നുകൂടി നിലത്ത് ചുരുണ്ടതും അരുൺ പെട്ടെന്ന് താഴേക്കിറങ്ങി അവളെ രണ്ട് കൈകളിലുമായി കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. അവളൊന്നും മൂളിക്കൊണ്ട് ഉറക്കത്തിൽ അവളുടെ പില്ലോ തിരഞ്ഞു. അരുൺ ഒരു നിമിഷം ആലോചിച്ച ശേഷം അവൾക്കടുത്തേക്ക് കിടന്നു. അവൾ അവന്റെ ദേഹത്ത് തലോടി. അരുൺ ഒന്ന് വിറച്ചു. അവൾ പില്ലോ ആണെന്ന് കരുതി അവന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് അവനെ ചുറ്റിപ്പിടിച്ച് കമിഴ്ന്നു കിടന്നു. അവളുടെ മാറിടം അവന്റെ ദേഹത്തോട് ചേർന്നു. അരുൺ ആകെ വിയർത്തുപോയി. പക്ഷേ അവൾ അകറ്റി മാറ്റാൻ കഴിയുന്നില്ല. അവൻ അല്പനേരം അങ്ങനെ തന്നെ കിടന്നു. പതിയെ അവന്റെ കൈകൾ അവളെ ചുറ്റിവരിഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് അവനോട് ഒട്ടിക്കിടന്നു. അരുണിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സമയം രാവിലെ 8 മണി കഴിഞ്ഞിട്ടും ചന്ദന ഉണർന്നിട്ടില്ല. അരുൺ 6 മണിക്ക് ഉണർന്നതാണ്. പക്ഷെ അവൻ ഇതുവരെയും എഴുന്നേറ്റ് പോയിട്ടില്ല. അവന്റെ നോട്ടം മുഴുവൻ ചന്ദനയിലായിരുന്നു. അവളിപ്പോ അവന്റെ നെഞ്ചിൽ മുഖമമർത്തി അവനെ ചുറ്റിപ്പിടിച്ചാണ് കിടക്കുന്നത്. അവളുടെ മുഖത്തേക്ക് നോക്കുന്തോറും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു തന്നെ നിന്നു. അവൻ അവളുടെ തലമുടിയിലൊന്ന് തലോടി. എന്റെ പെണ്ണെ, എന്തൊരു വാശിയ നിനക്ക്! ആ വാശി കൊണ്ട് തന്നെ നീ എന്നെ സ്വന്താക്കിയല്ലോടി, അവൻ അവളോട് പതിയെ ചോദിച്ചു. അവള് നല്ല ഉറക്കമാണ്. അവൻ അവളൊരു കൈകൊണ്ട് ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നോക്കി കിടന്നു. ചന്ദന ശ്രീനിവാസ്, അഹങ്കാരി. ഒറ്റ കാഴ്ചയിലെ തന്നെ മനസ്സിൽ അവൾക്ക് വേണ്ടി വിരിഞ്ഞ പേരതായിരുന്നു. അതുതന്നെയായിരുന്നു പെണ്ണ്, വാശിക്കാരി. ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കും. അവളുടെ പൊട്ടിയടിച്ച കോലവും വേഷമൊക്കെ കാണുമ്പോഴും ആ അഹങ്കാരിയോട് ദേഷ്യം തന്നെയായിരുന്നു. എന്നോടൊരു സെർവന്റിനോട് പെരുമാറുന്നത് പോലെ പെരുമാറിയിരുന്നവള്. ഉള്ളിൽ അവളോട് വെറുപ്പ് തന്നെയായിരുന്നു. ആ ഇടയ്ക്ക് ആ പബ്ബില് അങ്ങനെയൊക്കെ നടന്നേ. അതിനുശേഷമുള്ള അവളുടെ മാറ്റം എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവൾ എന്നോട് നന്നായിട്ട് അടുക്കുന്നത് അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അവളോട് ചിരിച്ച് സംസാരിക്കുമ്പോഴും ഉള്ളിൽ ആ അഹങ്കാരിയുടെ ദേഷ്യം തന്നെയായിരുന്നു എനിക്ക്.
ഒരിക്കൽ കൂട്ടുകാർക്ക് മുന്നിൽ വെച്ച് വീട്ടിലെ സെർവൻ്റാ, ഇവൻ മതിയല്ലോ എല്ലാം ചെയ്യാൻ, പോയി എല്ലാവരും വാങ്ങിച്ച ഡ്രസ്സ് കൊണ്ടുവന്ന് കാറിൽ വെക്കടാ എന്ന അഹങ്കാരത്തോടെ എന്നോട് പറഞ്ഞവള് ഇങ്ങനെ എന്നോട് അടുക്കുന്നതിൽ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്കെപ്പോഴോ ആ കണ്ണിൽ എന്നെ നോക്കുമ്പോൾ ഒരു തിളക്കം. പകച്ചു പോയിരുന്നു ഞാൻ. എനിക്കൊരിക്കലും അവളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. ഉള്ളത് ദേഷ്യം മാത്രമായിരുന്നു. അതുകൊണ്ട് എൻ്റെ തോന്നലാണെങ്കിലും അവൾക്കുള്ളിൽ അങ്ങനൊരു മോഹം ഉണ്ടെങ്കിൽ പൂവട്ടേന്ന് കരുതിയാ എൻ്റെ മുറപ്പെണ്ണിൻ്റെ കാര്യം പറഞ്ഞ്. അത് പറഞ്ഞപ്പോൾ ആ കണ്ണ് കലങ്ങിയത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. പക്ഷേ പണക്കാരി പെണ്ണിൻ്റെ ഒരു ടൈം പാസ്സായി നിന്നു കൊടുക്കാൻ തോന്നിയില്ല. എനിക്ക് ആകെയുള്ളൊരു മുറപ്പെണ്ണ് വേണി. അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി. അത് ഇവൾ അറിയാൻ പോകുന്നില്ലല്ലോ എന്ന ധൈര്യത്തിലാ അവളെ തന്നെ എൻ്റെ പെണ്ണാന്ന രീതിയിൽ പറഞ്ഞേ. പക്ഷെ പ്രയോജനം ഉണ്ടായില്ല. ഇവളെന്നോട് പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. പക്ഷെ അപ്പോഴേക്കും അവളോട് അങ്ങനെ ഒരു ഇഷ്ടമില്ലാന്ന് പറഞ്ഞു നടന്നിരുന്ന എൻ്റെ ഹൃദയം മറുകണ്ഠം ചാടിയിരുന്നു. നിനക്കും അവൾ ഇഷ്ടമാണ് അരുണേന്ന്. പന്ന ഹൃദയം എന്നെ ആകെ കുഴപ്പിച്ചു. പിന്നെ ഈ അഹങ്കാരിയെ പ്രേമിച്ചാലും മതി, സ്വയം ഒന്ന് പുച്ഛിച്ചു. പക്ഷേ ഇവളെനിക്ക് ജോലി ഓഫർ ചെയ്ത് അതിനുശേഷം പ്രണയം പറയാനാണെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എന്നെ നേടിയിരിക്കും, എന്നെ വേണമെന്നൊക്കെ അവൾ വാശിയോടെ പറഞ്ഞപ്പോൾ ദേഷ്യം തോന്നിപ്പോയി. അവൾക്കെല്ലാം അവളുടെ വാശി നേടിയെടുക്കലാണെന്ന് തോന്നിപ്പോയി. അവളോട് ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നടന്നപ്പോഴേക്കും പെണ്ണ് തിരിച്ചു നിർത്തി കിസ്സടിച്ചു കളഞ്ഞില്ലേ. ഉഫ്, ആ കിസ്! ആദ്യം അവളെ തള്ളിമാറ്റാൻ ശ്രമിച്ചെങ്കിലും പിന്നെ ആ നിമിഷം കഴിയരുതെന്ന് ഹൃദയം പുലമ്പുന്നു. അല്ലേലും എൻ്റെ ഹൃദയാണേലും കൂറ് അവളോടാ. അവളുടെ ചുണ്ടിന്റെ നനവ് എൻ്റെ ചുണ്ടിലറിഞ്ഞതും അവളെ ചുറ്റിപ്പിടിച്ചാലോന്ന് തോന്നി. പക്ഷെ പെട്ടെന്നാ എവിടെയപ്പോൾ ഞങ്ങൾ ഉള്ളെന്ന ബോധം വന്നേ. അവളെൻ്റെ ചുണ്ടീന്ന് വിട്ടുമാറിയ നിമിഷം ആരെങ്കിലും കണ്ടു കാണില്ലെന്ന ദേഷ്യത്തിൽ അവളുടെ കവിളിൽ വീശിയടിച്ചു. എന്നിട്ടും പെണ്ണിന്റെ നാക്കു നോക്കണേ. ദേഷ്യത്തോട് അവളോട് സംസാരിച്ച് തിരിഞ്ഞു നടക്കുമ്പോഴും എന്നെ നേടിയെടുക്കൂന്ന്. അഹങ്കാരി! പക്ഷെ വീട്ടിൽ തിരികെ എത്തിയിട്ട് എനിക്ക് ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അവളുടെ ചുണ്ടിന്റെ തണുപ്പ് വീണ്ടും ചുണ്ടിലറിയുന്നു. അറിയാതെ ചൊടികളൊന്ന് വിടർന്നുപോയി. നോക്കട്ടെ ഏതോരെ പോവുന്ന്. അവളുടെ വാശിയൊക്കെ എന്ന് മാറുന്നോ അന്ന് അവൾക്ക് എന്നോട് ഇതേ ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടി കൂടെ കൂട്ടണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. കണ്ണിൽ അവളോട് പ്രണയം വിരിഞ്ഞു. അതെ, പ്രണയം. എങ്ങനെ ഉണ്ടായിപ്പോ അവളോട് പ്രണയം അറിയില്ല. പക്ഷേ അവളെന്നെ പ്രപ്പോസ് ചെയ്ത നിമിഷം തന്നെ ഞാൻ ആകെ മെൽറ്റായി പോയിരുന്നു. ദേ പറയുന്നു എൻ്റെ ഹൃദയം അത് പ്രണയാണെന്ന്. ഇവനാ ഞാനിന്ന്. ചിരിയോടെ നെഞ്ചിൽ കയ്യമർത്തി. ചന്ദന. അവളുടെ പേര് ചുണ്ടുകൾ മൊഴിയവേ ഇപ്പോൾ ആ ചുണ്ടിൽ പോലും അവളോടുള്ള പ്രണയം തങ്ങി നിന്നിരുന്നു. പക്ഷെ പിറ്റേന്ന് രാവിലെ ശ്രീനിവാസ് സാറ് വിളിച്ച് അവൾ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയിരുന്നു. എനിക്ക് വേണ്ടി ഹൃദയം നൊന്തു. അവളെ വന്ന് കണ്ടു. വാടിയ പൂ പോലെ കിടക്കുന്നവളെ കാണവേ നെഞ്ചു വിങ്ങി. എന്നെ ഇത്രത്തോളം സ്നേഹിച്ചിരുന്നോ പെണ്ണെ നീ? അതോ വാശി നേടാനുള്ള വഴിയാണോ ഇത്? മനസ്സ് അവളോട് ചോദിച്ചു. പക്ഷെ ശ്രീനിവാസ് സാർ അവളുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉള്ളിലൊരു വേദന തോന്നി. പാവം, സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടിയല്ല അരുണേ. അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, തുടങ്ങി. നിന്നോട് ഞാൻ ചോദിച്ചോടാ. മനസ്സിന്റെ ചോദ്യത്തിന് വീർത്ത മുഖത്തോടെ മറുപടിയും കൊടുത്തു. പക്ഷെ അവളുടെ ഇതുവരെയുള്ള പെരുമാറ്റമൊക്കെ ഓർത്തപ്പോൾ എല്ലാം സത്യാന്ന് മനസ്സിലായി. നിറഞ്ഞ മനസ്സോടെ തന്നെയാ വിവാഹത്തിന് സമ്മതവും പറഞ്ഞ്. അല്ലെങ്കിലും അവളോടൊരു ഇഷ്ടം തോന്നിയപ്പോൾ ഇങ്ങനെ എനിക്കൊരു ഭാര്യയാവോന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഏതായാലും മനസ്സിന് ഇപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. താലി കെട്ടുമ്പോൾ പെണ്ണിന്റെ മുഖത്ത് എന്തൊരു സന്തോഷാ. കാണും കാണും വാശി പിടിച്ച് നേടിയെടുത്തല്ലേ കുട്ടിപ്പിശാശ്. തറപ്പിച്ചെന്ന് നോക്കിയപ്പോൾ അവളുടെ മുഖം മങ്ങി. ഹായ്, ഞാൻ ഹാപ്പിയായി. വീട്ടിൽ അവൾ കയറിയ ഉടനെ തന്നെ പുറത്തേക്ക് പോയത് അടുത്തുണ്ടായ അവൾ സംസാരിക്കാൻ വന്നാലോന്ന് ഓർത്താ. അങ്ങനെ ഉണ്ടായ എൻ്റെ ഉള്ളിലും ആ വാശിക്കാരി കയറിപ്പറ്റിയ കാര്യം പറഞ്ഞു പോയാലോന്ന് ഭയന്നു. തിരികെ വന്നപ്പോഴോ ദേ അമ്മ ചോറ് വാരി കൊടുക്കുന്നു. ഇവൾ എത്ര പെട്ടെന്ന് എൻ്റെ അമ്മയെ അനിയത്തിയും ചാക്കിലാക്കിയേ. എന്നാലും ഞാൻ അവളുടെ ഭർത്താവല്ലേ ഇന്നോട്ട്. എന്നിട്ട് എന്നെ ഒന്ന് കാത്തിരുന്നില്ലല്ലോ ഇന്നെങ്കിലും. മറുത. ആ ദേഷ്യത്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ. പോരാത്തിന് അവളുടെ ഫുൾ ലെങ്ത് ഡ്രസ്സും കൂടെ കണ്ടതും കലി കയറി. എൻ്റെ അഹങ്കാരിക്ക് ആ കുട്ടിക്കുപ്പായം തന്നെയാ ചേരുന്നേ. അതിപ്പോൾ പറയാൻ പറ്റുമോ? രാത്രി അവള് അടുത്ത് വന്നിരുന്ന് നെഞ്ചിലേക്ക് മുഖം ചായച്ചപ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിത്തെറിക്കാതിരുന്ന ഭാഗ്യം. അത്രയ്ക്ക് സന്തോഷം തോന്നിയിരുന്നു. എങ്കിലും എൻ്റെ അഹങ്കാരി കുറച്ചുകൂടി നേരെയാവാനുണ്ടെന്ന് മനസ്സ് പറഞ്ഞു. അവള് നെഞ്ചിന്ന് അകന്നു മാറിയപ്പോൾ വീണ്ടും കെട്ടിപ്പിടിച്ചാലോന്ന് ഓർത്തു. ഏയ്, പാടില്ല പാടില്ല, മോശം മോശം. താഴെന്തോ തിരയുന്നത് കണ്ട് അവളുടെ എന്താണാവോ കളഞ്ഞുപോയെന്ന് കരുതി. കുരിപ്പ് പായ തിരയാ. അവളുടെ കോപ്പിലൊരു സിനിമാ സീൻ. ടി വി എല്ലാം കൂടെ തല്ലിപ്പൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞു. ബെഡിൽ കയറി കിടക്കാൻ അലറിയതും ദേ വരുന്നു മിസൈൽ വിട്ടതുപോലെ. ചിരിയാ വന്നേ. രണ്ടുപേർക്ക് കഷ്ടിക്കിടക്കാനുള്ള വലുപ്പേ കട്ടിലിനുള്ളൂ. വലുതൊരെണ്ണം വാങ്ങിക്കണം. പക്ഷെ ഇപ്പം വേണ്ട. ഇപ്പം വാങ്ങിച്ചാൽ അവൾ അകന്ന് കിടക്കും എന്നീന്ന്. അങ്ങനെ ഇപ്പം വേണ്ട. അവൾക്ക് പില്ലോയെ കെട്ടിപ്പിടിച്ചാൽ ഉറക്കം വരൂ പോലും. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ഇവിടെ നിന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആ, സമയം വരട്ടെ. ഉറക്കം വരാതെ പെണ്ണ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് അറിയുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങുമില്ലെന്ന് മനസ്സ് അവളോട് പറയുന്നുണ്ടായിരുന്നു. ആ, എപ്പോഴാന്ന് വെച്ചാൽ ഉറങ്ങട്ടെ, അല്ല പിന്നെ. പുലർച്ചെ ചക്ക വെട്ടിയിട്ടതുപോലൊരു ശബ്ദം കേട്ടാ ചാടി എഴുന്നേറ്റെ.
നോക്കുമ്പോൾ താഴെ കിടക്കുന്ന ചക്ക എൻ്റേതെന്ന് മനസ്സിലായി. പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തി. അമ്മേ, കാണുന്നത് പോലെയല്ല, കുരുപ്പ് വെയിറ്റൊക്കെ ഉണ്ട്. അടുത്തേക്ക് ചേർന്ന് കിടന്നപ്പോൾ ദേ പെണ്ണിൻ്റെ നെഞ്ചത്തോട്ട്, ഓ സോറി, കഴുത്തിലോട്ട്. എൻ്റെ മുത്തപ്പ, എന്നെ അങ്ങോട്ട് കൊല്ല്. ഒരു വിധ പെണ്ണോട് ജാടിയിട്ട് നിൽക്കുന്നേ. എനിക്കത്ര കൺട്രോളൊന്നും ഇല്ല ഹേ. അവൻ മുകളിലേക്ക് നോക്കി ദയനീയമായി പറഞ്ഞു. എന്താ ഇപ്പം നെഞ്ചിൽ അമർന്ന് കിടക്കുന്നേ? പഞ്ഞു പോലെ ഉണ്ടല്ലോ. എൻ്റെ ദേവി, ഈ പെണ്ണ് എന്തൊക്കെ എൻ്റെ നെഞ്ചിൽ അമർത്തി കിടക്കുന്നേ? തട്ടി മാറ്റണോ? ഏയ് വേണ്ട, എൻ്റെ ഭാര്യയല്ലേ. പക്ഷെ കൺട്രോൾ അറിയണേ, നിന്നെ കൊണ്ട് പറ്റും. അതെ, എന്നെ കൊണ്ട് പറ്റും. പക്ഷേ എത്ര ദിവസം എന്ന് മാത്രം അറിയില്ല. തുടരും.